തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി നാസർ NIA കോടതിയിൽ കീഴടങ്ങി. ഇതിന്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോഴാണ് നാസർ കീഴടങ്ങിയത്? കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാകും ഈ ഘട്ടത്തിൽ നാസറിന്റെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട് നൽകാനാവുക? അജിംഷാദ് അല്പം മുമ്പാണ് കേസിലെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ പ്രധാന പ്രതി MK നാസർ കീഴടങ്ങിയത്. കേസിൽ MK നാസർ 28ാം പ്രതിയായാണ് ചേർത്തിരിക്കുന്നത്. നാസറാണ് കേസിന്റെ മുഖ്യ സൂത്രധാരൻ എന്നതാണ് NIA നേരത്തെ കണ്ടെത്തിയിരുന്നത്. നേരത്തെ ഈ കേസിൽ 31 പേരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇതിൽ പലർക്കും ജാമ്യം കിട്ടി. ഈ കേസിന്റെ വിചാരണ നടക്കുകയും 13 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും കോടതി ചെയ്തിരുന്നു. ഇതിൽ 13 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിൽ 6 പേർ ഒളിവിലായിരുന്നു. ആ ഒളിവിലുള്ള പ്രധാന പ്രതി MK നാസറാണ് ഇപ്പോൾ NIA കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. MK നാസറിനെ NIA വിശദമായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ ഇതിൽ ബാക്കി ആരെല്ലാമാണ് ഉൾപ്പെട്ടുള്ളത്, ഇതിന്റെ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആ സമയം NIAക്ക് ലഭ്യമാകും. നാസറിന്റെ രാഷ്ട്രീയം ഒപ്പം നാസർ കീഴടങ്ങിയ രീതികളൊക്കെ അറിയാനാകുമെങ്കിൽ ഈ ഘട്ടത്തിൽ അജിംഷാദ് അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. NIAക്ക് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. MK നാസർ വർഷങ്ങളായി 2010 ജൂലൈ 4-നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതിനുശേഷം 5 വർഷത്തോളം നാസർ വിവിധയിടങ്ങളിലായി വിദേശത്ത് ഉൾപ്പെടെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ സ്വമേധയാ കീഴടങ്ങിയിരിക്കുകയാണ്. NIAക്ക് കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുക. ശരി ഉമേഷ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. തീവ്രവാദ കേസായ കൈവെട്ട് കേസ് തൊടുപുഴയിൽ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ TJ ജോസഫിന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിയായ നാസർ ആണ് കീഴടങ്ങിയിരിക്കുന്നത്. ഉമേഷ്, ഒരിക്കൽ കൂടി പോയാൽ, അതായത് നിരവധി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഒരുപക്ഷെ കൈവെട്ട് കേസിൽ വിധി എത്തിയെങ്കിൽ പോലും നിരവധി പേർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിലും മുഖ്യപ്രതിയുടെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ കൂടുതൽ ആസൂത്രണം നടന്ന കേന്ദ്രങ്ങളിലേക്കുള്ള അന്വേഷണത്തിന് സഹായകമാകും നാസർ എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടവ. അങ്ങനെയെങ്കിൽ ഉമേഷ്, തീർച്ചയായും ആദ്യം മുതൽ തന്നെ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളായിരുന്നു. ഇവരിൽ പലരെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രധാന ആസൂത്രകനായ MK നാസറിനെ ചോദ്യം ചെയ്യുന്നതോടെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ NIAക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ പ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം, അല്ലെങ്കിൽ ആരെല്ലാമാണ് ആ ഘട്ടത്തിൽ നാസറിനെ സഹായിച്ചത്, അത്തരത്തിലുള്ള മുഴുവൻ വിവരങ്ങളും NIAക്ക് ലഭ്യമാകും. എന്തായാലും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. NIA ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചും പിന്നീട് NIAയുമാണ് കേസ് അന്വേഷിച്ചത്. NIA 31 പേരെയാണ് പ്രതി ചേർത്തിരുന്നതെങ്കിലും ഇതിൽ 13 പേരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിച്ചിരിക്കുന്നത്. ഇവർ പലരും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ആ സമയങ്ങളിലും 6 പേർ ഒളിവിലായിരുന്നു. ഒളിവിൽ തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും നാസറിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഇതിന്റെ കൂടുതൽ ആർക്കൊക്കെ പങ്ക്, അല്ലെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപക്ഷെ വെളിപ്പെട്ടേക്കാം. അത് തന്നെയാണ് ഈ കേസിന്റെ നിർണായകം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും ഇതിന്റെ ആസൂത്രണ കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സമഗ്രതകൾ നിയമത്തിന് പിടികൊടുക്കുന്ന തരത്തിലേക്ക് രൂപപ്പെട്ടില്ല എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആക്ഷേപം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ രചിച്ചു എന്നതിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ആസൂത്രണം ഉണ്ടാക്കി കേരളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു തുടക്കമായി ഇതിനെ വിലയിരുത്തപ്പെട്ടിരുന്നു രാഷ്ട്രീയ കേരളം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നാസർ 5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ എങ്ങനെ കോടതിയിൽ കീഴടങ്ങാനായി? പോലീസിന് പിടിക്കാനായില്ല. ഭരണകക്ഷിയിൽ ഇത്തരത്തിൽ ഒരു ഇരട്ട അംഗത്വം എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന വിവാദങ്ങളൊക്കെയും ഞാൻ ഉമേഷിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഇത്തരത്തിൽ തണൽ പ്രതികൾക്ക് ലഭിക്കുന്നു, ഇങ്ങനെയൊക്കെ ആരോപണമുണ്ടായിരുന്നു. ഇതൊക്കെ സാധൂകരിക്കാം ഒരു പക്ഷേ നാസറിന്റെ ഈ കോടതിയിലെ കീഴടങ്ങൽ. തീർച്ചയായും വ്യാഖ്യാനിക്കാം. എങ്കിൽ തന്നെയും നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് അല്പസമയം മുമ്പാണ് MK നാസർ കീഴടങ്ങിയത്. എന്തായാലും പ്രതികൾക്കെതിരെ ഭീകരവാദവും ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്.
കേരളത്തിൽ ഭീകരവാദത്തിന് വിത്ത് മുളപ്പിച്ച ഒരു കേസ് എന്ന നിലയിൽ തന്നെയാണ് ഈ കൈപ്പത്തി വെട്ടിയ കേസ് ആദ്യം മുതൽ തന്നെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ കോട്ടക്കവും സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ് ഈ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ്. 30 പേരെ NIA പ്രതി ചേർത്തെങ്കിലും 13 പേരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ പ്രധാനി MK നാസർ തന്നെയായിരുന്നു. അപ്പോഴും നാസർ എവിടെയാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് പലപ്പോഴും വിമർശന വിധേയമായത്. ഇപ്പോഴും NIAക്ക് പ്രതിയെ കണ്ടെത്താനായില്ല. നാസർ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കീഴടങ്ങാനുള്ള ഒരു സാഹചര്യവും ഇതിന്റെ മറ്റ് ആർക്കൊക്കെ പങ്ക് എന്നുള്ളത് സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതായത് നാസർ ഇപ്പോൾ എവിടെയാണ്? ഈ ഘട്ടത്തിൽ നാസറിനെ ചോദ്യം ചെയ്ത് തുടങ്ങിയോ? NIA അത്തരം നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അറിയാനാകുന്നുണ്ടോ ഉമേഷ്? നാസർ ഇപ്പോൾ കോടതിയിലാണ്, കൊച്ചിയിലെ NIA കോടതിയിലാണ് നാസർ കീഴടങ്ങിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം NIA ഒരുപക്ഷെ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. എപ്പോഴാണ് നാസർ കീഴടങ്ങിയത് ഉമേഷ്? അല്പസമയം മുമ്പാണ് കീഴടങ്ങിയത് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഇതിന്റെ ക്രമങ്ങളിലേക്ക് കോടതി കടക്കും. നാസറിനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കും NIA കടക്കുക. അതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു. തീർച്ചയായും ഉമേഷാണ് വിവരങ്ങൾ നൽകി വന്നത്. തീർച്ചയായും ഉമേഷ്, കേരളത്തിലെ ഒരുപക്ഷെ നിർണായകമായ വിഷയം രാഷ്ട്രീയ കേരളം തന്നെ ഞെട്ടലോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന നോക്കിക്കണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും ഇപ്പോൾ ജോസഫ് തന്നെ ശ്രീ ടി.ജെ. ജോസഫ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ജോസഫ് മാഷ്, അങ്ങയുടെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയായ നാസർ കീഴടങ്ങിയിരിക്കുന്നു. എന്തു തോന്നുന്നു ഈ ഘട്ടത്തിൽ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്നെ ഉപദ്രവിച്ച ആളുകളോടൊക്കെ ഞാൻ അന്ന് തന്നെ ക്ഷമിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ ജോസഫ് മാഷ് അത്തരത്തിൽ വൈയക്തികമായ ഒരു കാര്യത്തിലേക്ക് മാത്രം പോകണ്ട, നിയമപരമായ ഒരു നടപടിക്രമങ്ങളുണ്ട്. അത്തരത്തിലൊരു പൗരൻ എന്ന നിലയിൽ കൂടിയാണ് താങ്കളോട് ചോദ്യം. ഒരു പൗരൻ എന്ന നിലയിൽ തീവ്രവാദത്തെയൊക്കെ ഇവിടെ അടിച്ചമർത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ആർജവം ഭരിക്കുന്ന നീതിന്യായ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ഒരു തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മേലിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഒരു പൗരൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു പൗരനും ഇക്കാര്യത്തിലുള്ള ഒരു ആകാംക്ഷ മാത്രം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയില്ലെന്നേ ഉള്ളൂ. തീർച്ചയായും ജോസഫ് മാഷ്, അതായത് ഇത്തരത്തിൽ താങ്കൾ മാപ്പ് കൊടുത്തതാണ് ഇത് ചെയ്തവരോട് എന്ന ഒരു ആത്മീയത ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടേതായ ഒരു വിഷയം അവതരിപ്പിച്ചു. പക്ഷേ ആ ഒരു രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ദയവായി ആ രീതിയിൽ കൂടി സഹകരിക്കുക. അതായത് ജോസഫ് മാഷ്, ഇത്തരത്തിലൊരു ഭീകര ആക്രമണം ഉണ്ടാവുക എന്നത് കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ഞെട്ടലോട് കൂടിയായിരുന്നു കണ്ടിരുന്നത്. താങ്കളുടെ കൈപ്പത്തി പിടിക്കുക, ക്രൂരമായ രീതിയിൽ അത് വെട്ടിയിട്ടിട്ട് പോവുക, ഇത്തരത്തിലുള്ള ഒരു സംഭവം ആസൂത്രണം ചെയ്ത ആളാണ് ഇത്ര നാളിന് ശേഷം കീഴടങ്ങിയത്. അയാളെ പിടിക്കാനായില്ല, കീഴടങ്ങേണ്ടി വന്നു അയാൾക്ക് എന്നത് നിയമ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസിൻ്റെ ഒക്കെ ഒരു പരാജയമായി കണ്ടുകൂടെ? അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം അതൊക്കെ അഭിപ്രായം പറയേണ്ടുന്ന ആള് ഞാനല്ല. പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ആക്രമിച്ച പ്രതികളിൽ ചിലരെ അന്ന് ആ ഇടയ്ക്ക് പിടിച്ചു, അവരെ വിചാരണ ചെയ്തു. പിന്നീട് പിടികിട്ടാനുള്ളവരെ ചിലരൊക്കെ പിന്നീട് പിടികിട്ടി, ചിലർ കീഴടങ്ങി. ആ കൂട്ടത്തിൽ ഇദ്ദേഹവും വന്ന് കീഴടങ്ങിയതായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു പൗരൻ എന്ന നിലയിൽ തീവ്രവാദം നമ്മുടെ രാജ്യത്ത് നിന്നും എന്നേക്കുമായിട്ട് ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ആക്രമിച്ച കേസിലെ ഒരു പ്രതി എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ല. തീർച്ചയായും ശ്രീ ജോസഫ് മാഷ്, അതിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല. പക്ഷേ ഒരു കാര്യം, തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിക്കുന്നതിലും അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ അറുക്കുന്നതിനും സഹായകമാകും നാസറിന്റെ കീഴടങ്ങൽ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ എന്നെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ നാസറിനെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടിയേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തായേക്കും.
അത് ആ കാര്യങ്ങളെല്ലാം ഒരു പൗരനെന്ന നിലയിൽ നിങ്ങളെ പോലെ തന്നെ ഒരു പൗരനെന്ന നിലയിലുള്ള ഒരു ആകാംക്ഷ മാത്രമേ എനിക്കുള്ളൂ, ഉത്കണ്ഠ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ ആക്രമിച്ച ഒരു കേസ് എന്ന നിലയിലുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഉത്കണ്ഠയോ ഒരു ആകാംക്ഷയോ ഈ കാര്യത്തിൽ എനിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് തീർച്ചയായും അത് താങ്കൾ അത് തന്നെ എടുത്ത നിലപാടാണ്. പക്ഷേ ഈ നാസർ എന്ന വ്യക്തി മുഖ്യപ്രതിയാണ്, ഇതിന്റെ ആസൂത്രണ കേന്ദ്രമാണ്. ആ നാസർ കീഴടങ്ങിയത് ഒരുപക്ഷെ കേസിന്റെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ വേരുകൾ കണ്ടെത്താൻ ഒക്കെ പോലീസിനെ സഹായിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഏതായാലും നാസർ കീഴടങ്ങിയത് കേസിന് അടുത്ത നടപടി ഒരു ഘട്ടമാണ്. ഒന്നെങ്കിൽ നാസറിനെ പിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ നാസർ എന്തെങ്കിലും കീഴടങ്ങും. അങ്ങനെയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇത് നാസറിനെ സംബന്ധിച്ച് നാസർ കീഴടങ്ങി, അത് കേസിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പിടികിട്ടാത്ത ഒരു പ്രധാന പ്രതിയെ പിടികിട്ടി അല്ലെങ്കിൽ കീഴടങ്ങി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നല്ലാതെ അതിന്മേൽ കൂടുതലൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ ജോസഫ്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയായ നാസർ NIA കോടതിയിൽ കീഴടങ്ങി. നിർണായകമായ വിവരങ്ങൾ, ഇതിൻ്റെ ആസൂത്രണ കേന്ദ്രം സംബന്ധിച്ച കാര്യങ്ങളൊക്കെയും അറിയാൻ സഹായകമാകും നാസറിൻ്റെ കീഴടങ്ങൽ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. ഇത്തരത്തിൽ തീവ്രവാദത്തിൻ്റെ വേരുകൾ കണ്ടെത്താൻ നാസറിൻ്റെ കീഴടങ്ങൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നതായി ജോസഫ് മാഷും പ്രതികരിച്ചു പീപ്പിൾ TV യോട്.